ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. വളരെ ടേസ്റ്റി, ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ഒരു വീട്ടിൽ തന്നെ പീനട്ട് മസാല ഫ്രൈ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതും ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി പീനട്ട് മസാല ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലോട്ട് ഒരു 2 കപ്പ് പച്ചക്കടല ചേർത്ത് കൊടുക്കാം. ഇതിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് സ്പെഷ്യൽ മസാല കൂട്ട് ഒന്ന് തയ്യാറാക്കാം. 1 ടീസ്പൂണ് നമ്മുടെ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ആംചൂർ പൗഡർ ആഡ് ചെയ്യാം. ആംചൂർ പൗഡർ നമ്മുടെ മാംഗോ പൗഡറാണ്. അതുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് 1 കപ്പ് കടലപ്പൊടി ചേർക്കാം. 2 കപ്പ് കടലയ്ക്ക് 1 കപ്പ് കടലപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക ചേർത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു അരമുറി നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുക്കാം. വെള്ളം എടുത്ത് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ നോക്കിക്കോളൂ, 1/4 കപ്പ് ആദ്യം ഒഴിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ. സ്പൂൺ നമ്മൾ മുക്കിയതിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് കൂട്ടായി കിട്ടുന്നുണ്ട്. പെർഫെക്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൂട്ടാവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുള്ളൂ. നോക്കിക്കോളൂ, പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലോട്ട് ഓയിൽ ചേർത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പീനട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ സ്പൂണും നമ്മൾ പീനട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം ഒരു തവിയുടെ ആ ഒരു ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ജോയിൻ്റ് ആയത് പീനട്ട്സ് കടലെല്ലാം ഒന്ന് സ്പ്ലിറ്റ് ഔട്ട് ആയിട്ട് നന്നായിട്ടൊന്ന് വിട്ട് വന്നോളൂ. ഇതുപോലെ തന്നെ ആഡ് ചെയ്യുക. ആ ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തോളൂ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടലയെല്ലാം വിട്ട് വന്നതിന് ശേഷം ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു സ്ട്രെയിനറിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. സ്ട്രെയിനറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീനട്ട്സും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പീനട്ട്സ് നമ്മളെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, എന്ത് ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് തന്നെ നമ്മൾ അരിപ്പൊടി ഒന്നും ചേർക്കാണ്ട് തന്നെ വെറും കടലമാവും കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് സൂപ്പറായിട്ട് തന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്ത് നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സിമ്പിൾ വേയിൽ തയ്യാറാക്കുന്ന ഈ ഒരു പീനട്ട് മസാല ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനലൊന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.